നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വൈത്തിരി മാവോയിസ്റ്റ് പോലീസ് വെടിവെപ്പ്. CP ജലീലിന്റെ മൃതദേഹം സംസ്കരിച്ചു. മരണകാരണം തലക്കേറ്റ വെടി. മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ. വാർത്തകൾ തിരുത്തി റിസോർട്ട് മാനേജർ. വനം കേന്ദ്രീകരിച്ച് യാതൊരുവിധ അനധികൃത പ്രവർത്തനങ്ങളും അനുവദിക്കില്ലെന്ന് വനം വകുപ്പ് മന്ത്രി. സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മാവോയിസ്റ്റ് പോലീസ് ഏറ്റുമുട്ടൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് BJP. പുൽവാമ ഭീകരാക്രമണം. വീരമൃത്യു വരിച്ച ഹവിൽദാർ VV വസന്തകുമാറിന്റെ ഭാര്യ ഷീനയ്ക്ക് ജോലി സ്ഥിരപ്പെടുത്തി. ഉത്തരവ് കൈമാറിയത് വനം വകുപ്പ് മന്ത്രി നേരിട്ടെത്തി. കുടുംബത്തിന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് മന്ത്രി. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ജില്ലയിൽ വിവിധ പരിപാടികളുടെ വനിതാ ദിനം ആചരിച്ചു. സ്ത്രീ മുന്നേറ്റ ശാക്തീകരണത്തിന് യോജിച്ച വനിതാ മുന്നേറ്റം ഉയർന്നു വരണമെന്ന് അഭിപ്രായം. നെന്മേനി പഞ്ചായത്ത് പ്രസിഡന്റ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. LDF വിട്ടുനിന്നതിനാൽ ചടങ്ങ് മാറ്റിവെച്ചു. LDFന്റെ പ്രവർത്തനം ജനാധിപത്യ വിരുദ്ധമെന്ന് UDF. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഏകകണ്ഠമായതിനാൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് LDF. പ്രളയദുരിതം. സ്ഥലം ലഭിച്ചില്ലെന്ന് ആരോപിച്ച് മാനന്തവാടി താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത് JC വാർഡിലെയും തവിഞ്ഞാൽ പഞ്ചായത്തിലെയും താമസക്കാർ. ഭൂമി രജിസ്റ്റർ ചെയ്തവർക്ക് പോലും പണം നൽകുന്നില്ലെന്നും ആരോപണം. പ്രദേശവാസികളിൽ ആശങ്ക നിറച്ച്. വെള്ളമുണ്ടയിൽ തെരുവ് നായ്ക്കളെയും പൂച്ചകളെയും ചത്ത നിലയിൽ കണ്ടെത്തി. വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടതിന് പിന്നിൽ അജ്ഞാത ജീവിയെന്ന്. ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് ആവശ്യം ശക്തം. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് വൈത്തിരിയിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് CP ജലീലിന്റെ മൃതദേഹം സംസ്കരിച്ചു. മലപ്പുറം പാണ്ടിക്കാടുള്ള വീട്ടുവളപ്പിലാണ് ജലീലിന്റെ മൃതദേഹം സംസ്കരിച്ചത്. 3 മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മൃതദേഹം സംസ്കരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉച്ചയോടെയാണ് ജലീലിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. തുടർന്ന് 2:30 വീട്ടിലെത്തിച്ച മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. 100 കണക്കിന് ആളുകളാണ് ജലീലിനെ അവസാനമായി കാണാൻ പാണ്ടിക്കാട്ടെ വീട്ടിലേക്ക് എത്തിയത്. ജലീലിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനിടെ വ്യത്യസ്ത ഭാഷയിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. തമിഴിലും മലയാളത്തിലും ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ ജലീലിന്റെ അനുയായികൾ മുഴക്കി. രക്തസാക്ഷിക്ക് അഭിവാദ്യമർപ്പിച്ചുള്ള മുദ്രാവാക്യങ്ങളാണ് മുഴങ്ങിക്കേട്ടത്. മാവോയിസ്റ്റ് അനുഭാവിയായ ഗ്രോവാസ് ഉൾപ്പെടെയുള്ളവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. അതേസമയം സംസ്കാര ചടങ്ങ് നടക്കുന്ന ഭാഗത്തേക്ക് പോലീസ് എത്തിയിരുന്നില്ല. ബുധനാഴ്ച രാത്രിയോടെയാണ് തണ്ടൽ ബോട്ടുമായുള്ള ഏറ്റുമുട്ടലിൽ ജലീൽ കൊല്ലപ്പെട്ടത്. വൈത്തിരി കോഴിക്കോട് റോഡിലെ ഉപവൻ റിസോർട്ടിൽ ഭക്ഷണവും പണവും ആവശ്യപ്പെട്ടാണ് ജലീൽ ഉൾപ്പെടെ സംഘം എത്തിയത്. ഇതിനിടെ പോലീസിന് റിസോർട്ട് അധികൃതർ വിളിച്ചു വരുത്തുകയും വെടിവെപ്പ് നടക്കുകയുമായിരുന്നു. വൈത്തിരിയിൽ നടന്നത് വ്യാജ ഏറ്റുമുട്ടലാണെന്ന് ജലീലിന്റെ ജ്യേഷ്ഠനും മനുഷ്യാവകാശ പ്രവർത്തനമായ CP റഷീദ് വ്യക്തമാക്കിയിരുന്നു. പോലീസാണ് ആദ്യം വെടിവെച്ചതെന്ന ആരോപണവുമായി റിസോർട്ട് ഉടമ രംഗത്ത് വന്നെങ്കിലും പിന്നീട് അത് തിരുത്തുകയും ചെയ്തു. ജലീലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നുവരുന്നത്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. തലക്കേറ്റ വെടിയാണ് മാവോയിസ്റ്റ് നേതാവ് CP ജലീലിന്റെ മരണകാരണമെന്ന് വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 10 മിനിറ്റോളം മോർച്ചറിക്ക് മുന്നിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം മൃതദേഹം പോലീസ് അകമ്പടിയോടെ പാണ്ടിക്കാട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. CP ജലീലിന്റെ സുഹൃത്തുക്കളടക്കം ദൂരദേശങ്ങളിൽ നിന്നുള്ളവർ കോഴിക്കോട് മോർച്ചറിക്ക് മുന്നിലെത്തിയിരുന്നു. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. എന്നാൽ കൂടുതൽ വിവാദങ്ങൾക്ക് ഇട നൽകാതെ പോലീസ് മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുകയായിരുന്നു. പോലീസ് വെടിവെപ്പിൽ ജലീലിന്റെ തലയ്ക്കും തുടയ്ക്കും മുതുകിനും വെടിയേറ്റതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. തലയ്ക്ക് പിന്നിലേറ്റ വെടി തലയോട്ടി തകർത്ത് പുറത്തുപോയെന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൃതദേഹത്തിനടുത്ത് നിന്ന് ടർപ്പഞ്ചർ എന്ന തൂക്കും അതിലുപയോഗിക്കുന്ന 8 തിരകളും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ സംബന്ധിച്ച് പുറത്തുവന്ന വാർത്തകൾ തിരുത്തി റിസോർട്ട് മാനേജർ. പോലീസാണ് ആദ്യം വെടിവെച്ചതെന്ന് പറഞ്ഞിട്ടില്ലെന്ന് റിസോർട്ട് മാനേജർ. താൻ പറഞ്ഞത് പോലീസ് വന്നതിന് ശേഷമാണ് വെടിവെപ്പ് ഉണ്ടായതെന്നാണെന്നും അല്ലാതെ ആദ്യം വെടിവെച്ചത് പോലീസാണെന്ന് അല്ലെന്നുമാണ് ഇയാൾ പറയുന്നത്. രാവിലെ പോലീസാണ് മാവോയിസ്റ്റുകൾക്ക് നേരെ ആദ്യം വെടി ഉതിർത്തതെന്ന് റിസോർട്ട് മാനേജർ പറഞ്ഞ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. തുടർന്നാണ് തിരുത്തൽ വാദവുമായി റിസോർട്ട് മാനേജർ എത്തിയിരിക്കുന്നത്. പോലീസാണ് മാവോയിസ്റ്റുകൾക്ക് നേരെ ആദ്യം വെടിയുതിർത്തതെന്ന് റിസോർട്ട് മാനേജർ പറഞ്ഞ തരത്തിലുള്ള വാർത്തകൾ ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു. ഇത് ചർച്ചയായതോടെയാണ് തിരുത്തൽ വാദവുമായി റിസോർട്ട് മാനേജർ തന്നെ രംഗത്തെത്തിയത്. സംഭവം നടക്കുമ്പോൾ താനിവിടെ ഉണ്ടായിരുന്നില്ലെന്നും റിസോർട്ടിൽ നിന്ന് അല്പം അകലെയുള്ള വീട്ടിലായിരുന്നുവെന്നും ഇയാൾ പറയുന്നു. അവിടെയുള്ളവർ പറയുന്നത് ആദ്യം വെടിവെച്ചത് മാവോയിസ്റ്റുകളാണെന്നാണ്. പറയാത്ത കാര്യമാണ് വളച്ചൊടിക്കപ്പെട്ടതെന്നും ഇയാൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് പോലീസ് വന്നതിന് ശേഷമാണ് വെടിവെപ്പ് ഉണ്ടായത് എന്നാണ്. അല്ലാണ്ട് പോലീസ് ആണ് ആദ്യം വെടിവെച്ചതെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല, ഞാനത് ഉദ്ദേശിച്ചിട്ടുമില്ല.
കാരണം ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഓൾറെഡി പറഞ്ഞതാണ് ആദ്യം വെടിവെച്ചത് മാവോയിസ്റ്റാണ് എന്നാണ്. കാരണം ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ഈ റിസോർട്ടിൻ്റെ അകത്തില്ല, ഇവിടുന്ന് കുറച്ച് ദൂരെയായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പറയാത്ത കാര്യം ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ച് ഞാൻ അങ്ങനെ പോലീസാണ് ആദ്യം വെടിവെച്ചത് എന്ന് ഞാൻ പറഞ്ഞതായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഉപദ്രവിക്കാനല്ല വന്നത്, പണം വേണമെന്ന് വീണ്ടും പറഞ്ഞു. അവരുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു. മാനേജർ ഇല്ലാത്തപ്പോഴാണ് അവർ എത്തിയത്. അവിടെയുള്ള പണം നൽകാനാണ് ആദ്യം നിർദ്ദേശിച്ചത്. എന്നാൽ അതുപോരാ, അതിനേക്കാൾ തുക വേണമെന്ന് ആവശ്യപ്പെട്ടു. 10,000 കൊടുത്തു കഴിഞ്ഞപ്പോൾ ഭക്ഷണം വേണമെന്നും പറഞ്ഞു. അത് ഉണ്ടാക്കുന്ന സമയത്താണ് പോലീസ് എത്തിയതെന്നും ഇവർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. മാവോയിസ്റ്റുകൾക്കായുള്ള തെരച്ചിൽ ശക്തമാക്കി തണ്ടർബോൾട്ടും ലോക്കൽ പോലീസും. വൈത്തിരി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലാണ് തണ്ടർബോൾട്ട് ലോക്കൽ പോലീസിന്റെ സഹായത്തോടെ പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. ആശുപത്രികളും പ്രദേശത്തെ കോളനികളും ഇവരുടെ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ദിവസം ലക്കിടി സ്വകാര്യ റിസോർട്ടിൽ നടന്ന പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിന്റെ ഭാഗമായി ഏതു നിമിഷവും മാവോയിസ്റ്റുകളുടെ ആക്രമണം നടക്കാമെന്ന സാഹചര്യം നിലനിൽക്കെയാണ് വയനാട് ജില്ലയിൽ തണ്ടർബോൾട്ടും പോലീസും പരിശോധനകൾ കർശനമാക്കിയിരിക്കുന്നത്. പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് CP ജലീലിന്റെ കൂടെയുണ്ടായിരുന്ന ആൾ രക്ഷപ്പെട്ടിരുന്നുവെങ്കിലും ഇയാളുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വെടിയുണ്ട കൊണ്ട് ഗുരുതര പരിക്കാണുള്ളതെന്നും ഈ ഭാഗത്തു നിന്നും ഒരുപാട് ദൂരേക്ക് പോകാനുള്ള സാധ്യത കുറവാണെന്നുമാണ് കരുതുന്നത്. അതിനാൽ തന്നെ വൈത്തിരി താലൂക്കിലെ ഒട്ടുമിക്ക ആശുപത്രികളിലും കോളനികളിലും തണ്ടർബോൾട്ടിന്റെ നേതൃത്വത്തിൽ ശക്തമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. നിലവിൽ ഏറ്റുമുട്ടൽ നടന്ന ലക്കിടി ഉപവൻ റിസോർട്ടിൽ വൈത്തിരി ലോക്കൽ പോലീസിന്റെ നേതൃത്വത്തിൽ ബോംബ് സ്ക്വാഡും തണ്ടർബോൾട്ടും പരിശോധന നടത്തി. കൂടാതെ CP ജലീലിന്റെ മരണത്തോടെ മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം മുന്നിൽ കണ്ട് മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടായിരുന്ന എല്ലാ സ്ഥലങ്ങളിലും തണ്ടർബോൾട്ട് സുരക്ഷയൊരുക്കുകയും ശക്തമായ പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. 6 മാസത്തോളമായി ഓപ്പറേഷൻ അനോക്കോണ്ട എന്ന പേരിൽ തണ്ടർബോൾട്ടിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് മാവോയിസ്റ്റുകൾക്കായി തെരച്ചിൽ ആരംഭിച്ചിട്ട് ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ലക്കിടിയിൽ നടന്ന ഏറ്റുമുട്ടൽ. ന്യൂസ് ബ്യൂറോ, വൈത്തിരി. വനം കേന്ദ്രീകരിച്ച് യാതൊരുവിധ അനധികൃത പ്രവർത്തനങ്ങളും അനുവദിക്കില്ലെന്ന് വനംവകുപ്പ് മന്ത്രി കെ രാജു. മാവോയിസ്റ്റുകളെ കണ്ടെത്താൻ പോലീസും തണ്ടർബോൾട്ടും തിരച്ചിൽ നടത്തുന്നുവെന്നും അത് തുടരുമെന്നും മന്ത്രി തൃക്കൈപ്പറ്റയിൽ പറഞ്ഞു. വനത്തിനുള്ളിൽ യാതൊരുവിധമായിട്ടുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റി അനുവദിക്കാറില്ല. അതല്ല, ഏതെങ്കിലും വനംവകുപ്പ് പരിപാലകർക്ക് വല്ല നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. നേരത്തെ വനത്തിനകത്ത് ആരും ട്രസ്പാസ് ചെയ്യാൻ പാടില്ല. അതാണല്ലോ ഇതായിട്ടുള്ള നിയമം. അപ്പോൾ അവിടെ ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് അനുവദിക്കാറില്ല. വനംവകുപ്പ് അനുവദിക്കുന്നതാണ്. വൈത്തിരിയിൽ മാവോയിസ്റ്റിനെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മാവോയിസ്റ്റുകളെ എല്ലാം കൊല്ലുന്നതല്ല മാവോയിസ്റ്റ് ഭീഷണിക്കുള്ള പരിഹാരം. മാവോയിസ്റ്റുകളെ നേരിടുന്നതിനായി ഒരു തന്ത്രമോ പദ്ധതിയോ സംസ്ഥാന സർക്കാരിനില്ലെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. UDF സർക്കാരിന്റെ കാലത്ത് മാവോയിസ്റ്റുകളെ നിയന്ത്രിക്കാനും അവരുടെ നീക്കങ്ങൾ തകർക്കാനും കേരള പോലീസിന് സാധിച്ചിട്ടുണ്ട്. വൈത്തിരി സംഭവത്തിൽ എന്ത് സംഭവിച്ചുവെന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണമെന്നും ചെന്നിത്തല കോഴിക്കോട് പറഞ്ഞു. മാവോയിസ്റ്റുകളെ നിയന്ത്രിക്കുവാനും അവരുടെ നീക്കങ്ങളെ തകർക്കാനും കേരള പോലീസിന് സാധിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റുകളുടെ നേതാക്കളായ രൂപേഷ്, ഷൈനി എന്നിവരെ കേരള ആന്ധ്ര പോലീസിന്റെ ജോയിന്റ് ഓപ്പറേഷനിലാണ് കോയമ്പത്തൂരിൽ വെച്ച് പിടിച്ചത്. തുള്ളി രക്തം പോലും വീഴ്ത്താതെയാണ് രൂപേഷിനെയും ഷൈനിയെയും മുരളി അടക്കമുള്ള വലിയ നേതാക്കന്മാരെ പോലീസ് കസ്റ്റഡിയിൽ എത്തിക്കാനും അവരെ നിയമപരമായ മാർഗത്തിലൂടെ ജയിലിലെത്തിക്കാനും സാധിച്ചത്. തണ്ടർബോൾട്ട് പോലെയുള്ള പരിശീലനം സിദ്ധിച്ചിട്ടുള്ള പോലീസ് സംവിധാനം ഇതിനുവേണ്ടി ഫലപ്രദമായി ഞങ്ങൾ വിനിയോഗിച്ചിരുന്നു. അന്നൊന്നും ഒരാളെയും വെടിവെച്ചു കൊല്ലേണ്ട അവസരം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇടതുമുന്നണി ഗവൺമെന്റിന്റെ തെറ്റായ സമീപനങ്ങളും സ്ട്രാറ്റജി ഇല്ലായ്മയുമാണ് ഇത്തരം ദുരന്ത സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഇതേ സംബന്ധിച്ച് ജനങ്ങളെ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം. വയനാട് ജില്ലയിൽ സമീപകാലത്തുണ്ടായ മാവോയിസ്റ്റ് പോലീസ് ഏറ്റുമുട്ടൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ. ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം സംസ്ഥാനത്ത് മാവോയിസ്റ്റുകൾ അഴിഞ്ഞാടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. വൈത്തിരിയിൽ നടന്ന മാവോയിസ്റ്റ് പോലീസ് ഏറ്റുമുട്ടലിൽ ജനങ്ങൾ ഭയവിഹ്വലരാണെന്നും നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് ജനങ്ങളോട് വിശദീകരിക്കണമെന്നും സജി ശങ്കർ ആവശ്യപ്പെട്ടു. ഈ വൈത്തിരിയിലുണ്ടായിട്ടുള്ള ഈ വലിയ ഏറ്റുമുട്ടൽ സംഭവത്തെക്കുറിച്ചും വലിയ ദുരൂഹത ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ സാഹചര്യത്തിൽ ഇത് തീർച്ചയായിട്ടും ജനങ്ങൾ വലിയ ഭയവിഹ്വലതയോടെ നോക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം, അടിയന്തരമായിട്ടുള്ള ഈ സങ്കീർണമായ സാഹചര്യം ജനങ്ങളോട് ഇതിന് മറുപടി പറയേണ്ടത് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് ഇയാളെന്ന ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്.
പിണറായി വിജയന് മറുപടി പറഞ്ഞില്ല. ജനങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ജനങ്ങൾക്ക് മറുപടി പറയാൻ ഭരണകൂടവും അല്ലെങ്കിൽ ഗവൺമെന്റ് തയ്യാറാകേണ്ട സാഹചര്യം കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ തീവ്രവാദം വയനാട് ജില്ലയിൽ കേരളത്തിൽ ആകമാനം വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വയനാട് ജില്ലയിലും ഈ സമാനമായിട്ടുള്ള മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാശ്മീർ പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ വി വസന്തകുമാറിന്റെ ഭാര്യ ഷീനയ്ക്ക് സർക്കാർ ജോലി സ്ഥിരപ്പെടുത്തി നൽകി. തൃക്കൈപ്പറ്റയിലെ വസന്തകുമാറിന്റെ തറവാട് വീട്ടിൽ വനം വകുപ്പ് മന്ത്രി കെ രാജു നേരിട്ടെത്തിയാണ് നിയമന ഉത്തരവ് കൈമാറിയത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലാണ് ജോലി സ്ഥിരപ്പെടുത്തി നൽകിയത്. വസന്തകുമാറിന്റെ കുടുംബത്തിന് എല്ലാ സഹായവും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. CK ശശീന്ദ്രൻ MLAയും ഉദ്യോഗസ്ഥരും മറ്റ് ജനപ്രതിനിധികളും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഇനി ഏത് ദിവസം വേണമെങ്കിലും സർവകലാശാല അസിസ്റ്റന്റായി ഷീനയ്ക്ക് ജോലിയിൽ പ്രവേശിക്കാം. ഇവർക്ക് ആ ഉത്തരവനുസരിച്ച് ഏത് ദിവസം വേണമെങ്കിലും അവർക്ക് ജോയിൻ ചെയ്യാം. നാളെ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഈ ഇപ്പോൾ ഉത്തരവ് കൊടുത്ത് 45 ദിവസത്തിനകം ജോയിൻ ചെയ്യണം. ഗവൺമെൻറ് തീരുമാനിച്ചുകൊണ്ടുള്ള ഉത്തരവിൻ്റെ കോപ്പിയും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അവരെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൻ്റെ കോപ്പിയും കൊടുത്തിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ജില്ല വിവിധ പരിപാടികളോടെ വനിതാ ദിനം ആചരിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന് യോജിച്ച വനിതാ മുന്നേറ്റം ഉയർന്നു വരണമെന്നും പരിപാടികളിൽ ആഹ്വാനം. സ്വയം രക്ഷ സ്ത്രീയുടെ മൗലിക അവകാശമാണെന്നും സ്ത്രീ ശാക്തീകരണത്തിന് യോജിച്ച വനിതാ മുന്നേറ്റം ഉയർന്നു വരണമെന്നും സാമൂഹ്യ പ്രവർത്തകയും പൂതാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ രുക്മിണി സുബ്രഹ്മണ്യൻ പറഞ്ഞു. പുൽപ്പള്ളി ജയശ്രീ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന വനിതാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രുക്മിണി സുബ്രഹ്മണ്യൻ. ഇതോടനുബന്ധിച്ച് കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ജില്ലാ വിമൻസ് സെൽ ട്രെയിനർ ശ്രീകുമാരിയുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് സ്വയം പ്രതിരോധ പരിശീലനം നൽകി. വനിതാ സെൽ കൗൺസിലർ KM നിത ക്ലാസ് എടുത്തു. കോളേജ് വനിതാ സെൽ പ്രസിഡന്റ് സൂര്യ രവി അധ്യക്ഷയായിരുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിൽ ജില്ലാ ബ്ലഡ് ബാങ്കിൽ രക്തം നൽകി വനിതാ കൂട്ടായ്മ ശ്രദ്ധേയായി. മാനന്തവാടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മഹിത ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങളാണ് വേറിട്ട മാതൃകയായത്. ജില്ലാ ബ്ലഡ് ബാങ്കിൽ ആദ്യമായാണ് ഇത്രയുമധികം വനിതകൾ ഒരുമിച്ചെത്തി രക്തം നൽകിയത്. മാനന്തവാടി ന്യൂമാൻസ് കോളേജിലെയും സെന്റ് മേരീസ് കോളേജിലെയും വിദ്യാർത്ഥികളും രക്തം നൽകാൻ എത്തിയിരുന്നു. പുരുഷന്മാർക്കൊപ്പം എല്ലാ മേഖലയിലും സ്ത്രീകളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് വനിതാ ദിനത്തിൽ ഇത്തരമൊരു സേവന പ്രവർത്തനങ്ങൾ പങ്കാളികളായതെന്ന് മഹിളാ ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ ബ്ലഡ് ബാങ്ക്, ബ്ലഡ് ഡോണേഴ്സ് ഫോറം എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച രക്തദാന പരിപാടികൾ ഡോക്ടർ ശ്രീലേഖ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി ജീവനക്കാർ ഉൾപ്പെടെ 70ഓളം വനിതകൾ രക്തം ദാനം ചെയ്തു. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി പുൽപ്പള്ളി പഞ്ചായത്തിന്റെയും ICDSന്റെയും നേതൃത്വത്തിൽ വനിതാ ദിനാചരണം നടത്തി. ആഘോഷത്തിന്റെ ഭാഗമായി റാലി നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ് റാലി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന വനിതാ സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മേഴ്സി ബെന്നി ഉദ്ഘാടനം ചെയ്തു. അനിമോൻ അധ്യക്ഷനായിരുന്നു. പുൽപ്പള്ളി CK രാഘവൻ മെമ്മോറിയൽ ITIയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം ആചരിച്ചു. വനിതകളുടെ ജീവിതത്തിന്റെ സമകാലീന അവസ്ഥകൾ, ചരിത്രത്തിൽ ഇടം നേടിയ ധീര വനിതകൾ, സ്ത്രീ പദവി, സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം എന്നിവ ചർച്ചാ വിധേയമാക്കി. ആദിവാസി പെൺജീവിതങ്ങളെക്കുറിച്ചുള്ള അനുഭവ സാക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. ചിത്ര പ്രദർശനം, പുസ്തക പ്രദർശനം എന്നിവയും നടന്നു. വനിതാ ശിശു വികസന വകുപ്പും മാനന്തവാടി ICDS അഡീഷണൽ പ്രോജക്ട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ എടവക പഞ്ചായത്ത് തല അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ വിജയൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. തൊണ്ടർനാട് വൈസ് പ്രസിഡന്റ് സലോമി ഫ്രാൻസിസ് അധ്യക്ഷയായിരുന്നു. എടവക ഗ്രാമപഞ്ചായത്ത് CDSന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം നടത്തി. 4 സെന്റ് കോളനി സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച വനിതാ ദിനാചരണം ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല കമലാസൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ പ്രിയ വീരേന്ദ്രകുമാർ അധ്യക്ഷയായിരുന്നു. മേപ്പാടി സെന്റ് ജോസഫ് UP സ്കൂൾ PTAയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹത നേടിയ കൽപ്പറ്റ സിവിൽ പോലീസ് ഓഫീസർ KT ജലീല പരിപാടി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കുടുംബശ്രീ മിഷൻ വയനാട് മുട്ടിൽ CDSന്റെ നേതൃത്വത്തിൽ തെരുവ് സംവാദവും സെമിനാറും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഭരതനും സംവാദത്തിന്റെ ഉദ്ഘാടനം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സാജിദയും നിർവഹിച്ചു. മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന ഷാഹുൽ അധ്യക്ഷയായിരുന്നു. വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പും ICDS കൽപ്പറ്റയും സംയുക്തമായി സ്വധൈര്യം മുന്നോട്ട് ചിന്തിക്കാം സൃഷ്ടിക്കാം സമഭാവനയുടെ കേരളം പ്രോജക്ട് തല ക്യാമ്പയിന്റെ ഭാഗമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. പരിപാടിയിൽ ജില്ലയിലെ വിവിധ അംഗൻവാടികളിലെ വർക്കേഴ്സും ഓഫീസർമാരും പങ്കെടുത്തു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് വെള്ളമുണ്ട പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ
ഫാഷൻ ഡിസൈനിംഗ് പ്രദർശനവും സെമിനാറും സംഘടിപ്പിച്ചു. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് എം മുരളീധരൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ. നെന്മേനി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവെച്ചു. LDF അംഗങ്ങൾ വിട്ടുന്നതിനാൽ ക്വാറം തികഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ അടുത്ത പ്രവൃത്തി ദിവസം ചടങ്ങ് നടത്തുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു. നെന്മേനി പഞ്ചായത്ത് പ്രസിഡന്റ് സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ക്വാറം തികയാത്തതിനാൽ മാറ്റിവെച്ചത്. 23 മെമ്പർമാരുള്ള പഞ്ചായത്തിൽ LDFന് 14ഉം UDFന് 9 അംഗങ്ങളുമാണുള്ളത്. ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച UDFിലെ പത്മനാഭനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യോഗ്യത നേടിയത്. പ്രസിഡന്റ് സ്ഥാനം സംവരണമായതിനാലും LDFിൽ ഈ വിഭാഗത്തിൽപ്പെട്ട അംഗമില്ലാത്തതിനാലാണ് UDFിലെ പത്മനാഭന് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചു. എന്നാൽ 50% അംഗങ്ങൾ പങ്കെടുത്താൽ മാത്രമേ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടത്താനാവൂ എന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു. അതിനാൽ ക്വാറം തികയാത്തതിനാൽ അടുത്ത പ്രവൃത്തി ദിവസം ചടങ്ങുകൾ നടത്താമെന്നും കമ്മീഷൻ അറിയിച്ചു. തികഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ ഏത് ദിവസം എന്നുള്ള ഇത് പ്രകാരം കോറം തികയാത്ത സന്ദർഭത്തിൽ നമ്മളുടെ 6ാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 6ാം നമ്പർ ഉത്തരവ് പ്രകാരം വിളിച്ചുകൂട്ടുന്ന യോഗത്തിൽ ബന്ധപ്പെട്ട പഞ്ചായത്തിലെ വോട്ടവകാശമുള്ള അംഗങ്ങളുടെ പകുതിയെങ്കിലും എണ്ണം അംഗങ്ങൾ ഹാജരായില്ല എങ്കിൽ യോഗം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേസമയം കൂടുതലായി മാറ്റിവെക്കേണ്ടതും അപ്രകാരം കൂടുന്ന യോഗത്തിൽ കോറം നോക്കാതെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചീരാൽ. നെന്മേനി പഞ്ചായത്ത് പ്രസിഡന്റ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് സഹകരിക്കാതെ LDF ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. തുടർന്ന് ഇവർ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടുന്ന ഒരു ദിവസമാണെന്ന്, എന്നാൽ തികച്ചും ജനാധിപത്യ വിരുദ്ധമായി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാർ ഇന്ന് കോറം തയ്ക്കാതെ വളരെ നാണം കെട്ട രീതിയിൽ ഇന്ന് കോറം തയ്ക്കാതെ മാറി നിൽക്കുകയുണ്ടായത്. ഇത് ജനാധിപത്യത്തോടുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. CPMന്റെ ഈ വൃത്തികെട്ട രാഷ്ട്രീയ പരിപാടി വളരെ മോശമായി പോയി എന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിൽ SC സീറ്റ് എന്നുള്ള നിലക്ക് ഈ ഒരു ഓപ്ഷൻ അല്ലാണ്ട് മറ്റൊരു കോമഡിയും പഞ്ചായത്തിൻ്റെ മുമ്പിലില്ല. എന്നാൽ LDF മനഃപൂർവ്വം ഇതിൽ നിന്ന് ആ വോട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കുകയും കോറം ചെയ്യാതെ പിരിച്ചുവിടിയ ഉണ്ടായ സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജനാധിപത്യ സംവിധാനത്തെ ധ്വംസിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് LDF മെമ്പർമാരുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായിട്ടുള്ളത്. നെന്മേനി പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഏകകണ്ഠമായതിനാൽ അതിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് LDF തെരഞ്ഞെടുപ്പിന് ശേഷം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സ്ഥിരം സമിതി അംഗം PK രാമചന്ദ്രൻ വയനാട് വിഷനോട് പറഞ്ഞു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പങ്കെടുക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ തിരഞ്ഞെടുപ്പ്. അത് കാരണം ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ നിർത്താനോ ഞങ്ങൾക്ക് വോട്ടവകാശത്തിന്റെ ആവശ്യമില്ല. അതിനകത്ത് വേറെ ഒരു സംഘടനാ പ്രശ്നങ്ങളൊന്നുമില്ല. അത് അവർ വരുന്നു, അവരെ പ്രസിഡന്റായിട്ട് വേറെ ആരും നോമിനേഷൻ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ആ സ്ഥിതിക്ക് അവർ ഏകണ്ഠമായി പ്രഖ്യാപിക്കേണ്ടതാണ്. ഞങ്ങൾ ഒരു ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം ചെയ്തിട്ടില്ല. ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ല. 15ാം വാർഡിൽ തെരഞ്ഞെടുപ്പ് നടന്നു, ഞങ്ങൾ മത്സരിച്ച് ഞങ്ങൾ പരാജയപ്പെട്ടു. അതോടുകൂടി ഇന്ന് മെമ്പറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ബഹിഷ്കരിക്കാമായിരുന്നല്ലോ. ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ടല്ലേ മെമ്പറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. 100 കണക്കിന് ആളുകൾ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നത്. ഇന്ന് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതാണ്, സത്യപ്രതിജ്ഞ അല്ല. ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, അതിന് ശേഷമാണ് സത്യപ്രതിജ്ഞ ഉണ്ടാവുക. സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുത്തിട്ടില്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധ സമീപനം സ്വീകരിച്ചു എന്ന് വേണേൽ പറയാം. ഞങ്ങൾ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കും. അതിന് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പങ്കെടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അത് ഞങ്ങളെ സ്ഥാനാർത്ഥികൾ ഞങ്ങൾക്ക് പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ്. പ്രളയ ദുരിതത്തിലാകപ്പെട്ടവർക്ക് സ്ഥലം ലഭിച്ചില്ലെന്നാരോപിച്ച് മാനന്തവാടി താലൂക്ക് ഓഫീസിന് മുന്നിൽ ബഹളം. മാനന്തവാടി നഗരസഭാ പരിധിയിൽ ജെസി വാർഡിലെയും തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ ആളുകളുമാണ് താലൂക്ക് ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയത്. സ്ഥലം രജിസ്റ്റർ ചെയ്തവർക്ക് പോലും പണം നൽകുന്നില്ലെന്നും പ്രതിഷേധവുമായി എത്തിയവർ ആരോപിച്ചു. താമസിക്കാൻ ഇടമില്ലാത്തതിനാൽ ഏറെ പ്രയാസം നേരിടുകയാണെന്ന് താലൂക്ക് ഓഫീസിലെത്തിയവർ പറഞ്ഞു. കൈക്കുഞ്ഞുങ്ങളെ പോലും എടുത്താണ് ചിലർ എത്തിയത്. ദിവസങ്ങളായി താലൂക്ക് ഓഫീസിൽ കയറിയിറങ്ങിയിട്ടും അവഗണനയാണ് ലഭിച്ചതെന്ന് ഇവർ ആരോപിച്ചു. സ്ഥലം രജിസ്റ്റർ ചെയ്തവർക്ക് പോലും പണം നൽകുന്നില്ലെന്നായിരുന്നു ഇവരുടെ പരാതി. പരമാവധി 6 ലക്ഷം രൂപ നൽകാനായിരുന്നു റവന്യൂ അധികൃതരുടെ തീരുമാനം.
സ്ഥലം ഗുണഭോക്താക്കളോട് സ്വയം കണ്ടെത്താനും നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഫെയർ വാല്യൂ കുറവായ സ്ഥലത്ത് കൂടിയ തുക കാണിച്ചാണ് പലരും സ്ഥലം വാങ്ങാൻ ശ്രമിച്ചതെന്നായിരുന്നു റവന്യൂ അധികൃതരുടെ ആരോപണം. അവർ പറയുന്ന വിലയ്ക്ക് സ്ഥലം വാങ്ങാൻ യാതൊരു കാരണവശാലും നിയമം അനുവദിക്കുന്നില്ലെന്നും സർക്കാർ വില പ്രകാരമേ ഭൂമി വാങ്ങാൻ അനുവാദം നൽകുകയുള്ളൂ എന്നും അവർ വ്യക്തമാക്കി. പ്രതിഷേധം ശക്തമായതോടെ ജനപ്രതിനിധികളുടെയും റവന്യൂ വകുപ്പ് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ചർച്ച നടത്തി. സ്ഥലത്തെത്തിയ എല്ലാവരെയും പ്രത്യേകം വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. ഇതുവരെ സ്ഥലം കണ്ടെത്താത്തവർ വേഗം തന്നെ സ്ഥലം കണ്ടെത്തി അപേക്ഷ നൽകാൻ നിർദ്ദേശം നൽകി. ഫെയർ വാല്യൂവിൽ കൂടുതലായി സ്ഥലത്തിന് വില നിശ്ചയിച്ച ഉടമകളുമായി സംസാരിച്ച് ഫെയർ വാല്യൂവിന് ആനുപാതികമായി അധികം സ്ഥലം നൽകാൻ നിർദ്ദേശിച്ചു. ഇതോടെയാണ് പ്രതിഷേധവുമായി എത്തിയവർ പിരിഞ്ഞുപോയത്. ഞങ്ങളെ പ്രശ്നം, ഞങ്ങൾ വീട് പോയിട്ട് 6 മാസമായി നടക്കുന്നത്. ഞങ്ങൾ കൽപ്പറ്റ പോയി കളക്ട്രേറ്റിൽ. അപ്പോൾ അവർ പറഞ്ഞ് ഇവരോട് ചോദിക്കട്ടെ എന്ന്. ഇവരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ മീറ്റിംഗ് എടുത്തപ്പോൾ ഇവർ പറഞ്ഞ് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഞങ്ങൾ ആധാരമൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അതിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതും എല്ലാം ഞങ്ങൾ ഫോട്ടോ എല്ലാം നമ്മൾ കൊടുത്തിട്ട് അവർ ഇതുവരെ അതിനൊരു തീരുമാനമൊന്നും ആയിട്ടില്ല. എനിക്ക് സ്ഥലം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. എടുത്തോളം പറഞ്ഞു. ഞാൻ അഡ്വാൻസ് കൊടുത്തു. 5 കൊല്ലം മുമ്പ് ചെയ്ത് രജിസ്റ്ററിൻ്റെ പേപ്പർ എടുത്തല്ലേ അവിടെ അന്ന് മറിച്ച് 64 അവർ 5 കൊല്ലം മറിച്ച് ആരും കാണിക്കില്ലല്ലോ, ആരും കാണിക്കില്ല. ഞാൻ അത് മേടിച്ചു കൊണ്ടുവന്നത് ഇപ്പം ആ വിലയില്ല, അവിടെ ഇല്ലയെന്ന് ഇത് പറഞ്ഞു. സ്ഥലത്തിന് വിലയില്ലാന്ന് 5 കൊല്ലം മേടിച്ച പേപ്പറാണ്. ഇതാ കൊടുത്ത ആൾക്കാർ പേപ്പർ എല്ലാം. അത് ഏത് കോടതി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60,000 രൂപ മുടക്കിയിട്ടാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. 26-ാം തീയതി രജിസ്റ്റർ ചെയ്തതാണ്. ഇന്നലെ വന്നപ്പോൾ പോലും ഫയൽ ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ഫയൽ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. നമ്മളിത് ആരടുത്ത് പോയി പറയണം? 60,000 രൂപയിൽ 50,000 രൂപയിൽ നമ്മൾ കടം മേടിച്ചതാണ്. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി. തെരുവ് നായ്ക്കളെയും പൂച്ചകളെയും ചത്തുനിലയിൽ കണ്ടെത്തി. വെള്ളമുണ്ട കിണറ്റിങ്കൽ ചെമ്പ്രാങ്കുഴി പ്രദേശത്താണ് നിരവധി തെരുവ് നായ്ക്കളെയും പൂച്ചകളെയും അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഒരാഴ്ച മുമ്പ് പ്രദേശത്ത് പുലിയോട് സാമ്യമുള്ള ജീവിയെ പ്രദേശവാസികൾ കണ്ടിരുന്നു. വെള്ളമുണ്ട, മംഗലശ്ശേരി, കിണറ്റിങ്ങൽ പ്രദേശങ്ങളിൽ ഒരാഴ്ച മുമ്പ് അജ്ഞാത ജീവി ഇറങ്ങുകയും നിരവധി ആളുകൾ ജീവിയെ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. പിന്നീട് ഇടയ്ക്കിടെ വളർത്തുപൂച്ചകളെയും കോഴികളെയും പ്രദേശത്ത് ചത്തനയിൽ കണ്ടെത്തുകയും ചെയ്തു. അജ്ഞാത ജീവിയാണ് കൊല്ലുന്നതെന്ന വാർത്ത നാട്ടിൽ വ്യാപകമായി പ്രചരിക്കുന്നതിനിടെയാണ് ഇന്ന് നിരവധി തെരുവ് നായ്ക്കളെ ചത്തനയിൽ പ്രദേശത്ത് കണ്ടത്. അസഹ്യമായ ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ ചത്തനയിൽ കണ്ടെത്തിയത്. കടിച്ചുകയറിയ നിലയിലാണ് നായ്ക്കളുടെ ജഡമുള്ളത്. വാർത്ത പരന്നതോടെ ഇപ്പോൾ പ്രദേശത്ത് നാട്ടുകാർ ഭീതിയിലായിരിക്കുകയാണ്. മദ്രസകളിലേക്കും സ്കൂളുകളിലേക്കും കുട്ടികളെ വിടാൻ തന്നെ ഇപ്പോൾ രക്ഷിതാക്കൾ മടിക്കുകയാണെന്നും നാട്ടുകാരുടെ ആശങ്ക എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നുമാണ് വാർഡംഗം മുഹമ്മദ് ഹാജി ആവശ്യപ്പെടുന്നത്. കിണറ്റിങ്ങൽ പ്രദേശത്ത് കുറച്ച് ദിവസം മുന്നേ ഇതുപോലെ മൃഗങ്ങളെ ശല്യപ്പെടുത്തുന്ന വന്യജീവിയെ കണ്ടതായിട്ട് നാട്ടുകാർ പറയുന്നുണ്ട്. ഇന്നിത് അനുഭവത്തിൽ വന്നിരിക്കുന്ന 5-6 പട്ടികൾ കടി കൊണ്ടുകൊണ്ട് ഇവിടെ ചത്തി കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് തക്കതായ നടപടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് അപേക്ഷിക്കുകയാണ്. ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. തെരുവ് നായ്ക്കളെ ഒരു സ്ഥലത്തു തന്നെ കൂട്ടത്തോടെ ചത്തനയിൽ കണ്ടെത്തിയിരുന്നതിനാൽ ആരോ വിഷം നൽകിയതിനെ തുടർന്നാണെന്നാണ് അധികൃതർ പറയുന്നത്. അതേസമയം ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, വെള്ളമുണ്ട. കേരള രാഷ്ട്രീയത്തിൽ പരിവർത്തനത്തിന് കളമൊരുങ്ങി എന്ന സന്ദേശവുമായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് നയിക്കുന്ന ഉത്തരമേഖലാ ജാഥ മാർച്ച് 10-ന് ജില്ലയിൽ പര്യടനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന ഭരണകൂടത്തിന്റെ നയങ്ങൾക്കെതിരെ, കേരളത്തിലെ വികസന മുരടിപ്പിന് എതിരെ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. മാർച്ച് 10-ന് 3 മണിക്ക് ലക്കിടിയിൽ ജില്ലാ മണ്ഡലം നേതാക്കൾ ജാഥയ്ക്ക് സ്വീകരണം നൽകും. തുടർന്ന് കൽപ്പറ്റ വിജയപമ്പ് പരിസരത്ത് സ്വീകരണം നൽകും. സമാപന സമ്മേളനം BJP സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് K രഞ്ജിത്ത്, VV രാജൻ, K മോഹൻദാസ്, അഡ്വക്കേറ്റ് പ്രകാശ് ബാബു തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ PG ആനന്ദകുമാർ, KB മദൻലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശ്രീ A രാധാകൃഷ്ണൻ, ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ശ്രീ MT രമേശ്, ശ്രീ K സുരേന്ദ്രൻ എന്നിവർ നയിക്കുന്ന പരിവർത്തന യാത്ര മാർച്ച് 5-ാം തീയതി അതിൻ്റെ പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു പരിവർത്തനം, ആ പരിവർത്തനം ആവശ്യമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ വർത്തമാന രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ള കേരളത്തിലെ സംഭവവികാസങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിവർത്തന യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്.
പുൽപ്പള്ളിയിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും നേതൃത്വത്തിൽ വയനാട് പഴശ്ശി സ്മാരക ലാൻഡ്സ്കേപ്പ് മ്യൂസിയം ഉദ്ഘാടനം ഈ മാസം 10-ന് വണ്ടിക്കടവ് നടക്കും. മാവിലാംതോടിൽ സംസ്ഥാന സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. IC ബാലകൃഷ്ണൻ MLA അധ്യക്ഷനായിരിക്കും. ജില്ലാ കളക്ടർ AR അജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB നസീമ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു പ്രകാശ്, ഗിരിജാകൃഷ്ണൻ, രുക്മിണി സുബ്രഹ്മണ്യൻ, റാണി ജോർജ് എന്നിവർ സംബന്ധിക്കും. സ്വാതന്ത്ര്യ സമര സ്മരണ ഉയർത്തുന്ന മാവിലാന്തോട് വീരപഴശ്ശി സ്മാരക കേന്ദ്രത്തിൽ സംസ്ഥാന ടൂറിസം വകുപ്പ് അനുവദിച്ച തുക ഉപയോഗിച്ച് പൂർത്തീകരിച്ച പഴശ്ശി ലാൻഡ്സ്കേപ്പ് മ്യൂസിയത്തിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ഞായറാഴ്ച 10-ാം തീയതി 3:30-ന് ബഹുമാനപ്പെട്ട സംസ്ഥാന ടൂറിസം ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർ നിർവഹിക്കുകയാണ്. നമുക്കറിയാം, ടൂറിസത്തിൻ്റെ വലിയ സാധ്യതകൾ തുറന്നുകൊണ്ടാണ് പഴശ്ശി പാർക്ക് മാവിലാന്തോട് പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം ആ നാടിൻ്റെ ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് എല്ലാ പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടു കൂടി വളരെ മനോഹരമായി അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പഴശ്ശി സ്മാരകം ലാൻഡ്സ്കേപ്പ് മ്യൂസിയം ഉദ്ഘാടനത്തിന് പഴശ്ശി അനുസ്മരണ സൊസൈറ്റിയെ തഴഞ്ഞതായി പരാതി. ഈ മാസം 10-ന് നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ വണ്ടിക്കടവിലെ പഴശ്ശി അനുസ്മരണ സൊസൈറ്റിയെ അവഗണിച്ചെന്ന് സൊസൈറ്റി പ്രസിഡന്റ് PV ഷിബു പറഞ്ഞു. 2002-ൽ രൂപീകരിച്ച സൊസൈറ്റി വർഷങ്ങളായി പഴശ്ശി സ്മാരകത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി അക്ഷീണം പ്രവർത്തിക്കുകയും പഴശ്ശി അനുസ്മരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തുവരുന്ന സൊസൈറ്റിയെ ഉദ്ഘാടന പരിപാടികളിൽ അവഗണിച്ചെന്നും സൊസൈറ്റിക്ക് പഴശ്ശി സ്മാരകവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സ്ഥാപിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും ദുരുദ്ദേശപരമാണെന്നും അദ്ദേഹം ആരോപിച്ചു. വളരെ ശക്തമായിട്ട് തന്നെ പഴശ്ശി പാർക്ക് ഇപ്പോൾ തുറക്കുന്ന ഈ കഴിഞ്ഞ അടുത്ത 10-ാം തീയതി തുറക്കുന്നതോട് കൂടിയിട്ട് വരുന്ന 10-ാം തീയതി തുറക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ തുറക്കുന്നതോട് കൂടി തന്നെ പഴശ്ശി സൊസൈറ്റിക്ക് യാതൊരുവിധ പങ്കാളിത്തം തരാതെ അതിനെ തള്ളിക്കളയുക എന്നുള്ളൊരു രീതിയാണ് കാണുന്നത്. അതിനെ ശക്തമായി തന്നെ നേരിടും എന്ന് നിയമപരമായി നേരിടുമെന്ന് ഈ സമയത്ത് അറിയിക്കുന്നു. അതേപോലെ തന്നെ കൂടി ആലോചിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ കൂടി എത്താനുള്ള ഒരു നിലപാടിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവഗണനയ്ക്കെതിരെ ഈ ചരിത്ര പുരുഷൻ്റെ ഈ കാര്യങ്ങൾ ഇത്രത്തോളം വളരെ ഗംഭീരമായി ഈ രീതിയിലെത്താൻ വേണ്ടി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ശ്രീമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KL പൗലോസ് അവറുകളെ പോലും തിരസ്കരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രയത്നമാണ് ഈ പാർക്ക് ഈ രീതിയിൽ ഇന്നിവിടെ കാണാനുള്ള സാഹചര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. അതിനെ അദ്ദേഹത്തെ പോലും ഒഴിവാക്കിക്കൊണ്ട് ഉള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. മാവിലാംതോട് മ്യൂസിയം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പഴശ്ശി അനുസ്മരണ സൊസൈറ്റിയെ അവഗണിച്ചുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് സൊസൈറ്റി സെക്രട്ടറി ജയചന്ദ്രപ്രസാദ് പറഞ്ഞു. സൊസൈറ്റി പ്രസിഡന്റിന്റെ ആരോപണം വ്യക്തിപരം മാത്രമാണെന്നും 10-ാം തീയതി നടക്കുന്ന പഴശ്ശി പാർക്ക് ഉദ്ഘാടനം വിജയിപ്പിക്കുമെന്നും സെക്രട്ടറി അറിയിച്ചു. 7-ാം തീയതി ചില പത്രങ്ങളിൽ വന്ന വാർത്ത തികച്ചും പഴശ്ശി അനുസ്മരണ സൊസൈറ്റിയെ തഴയുകയാണെന്നുള്ള വാർത്ത തികച്ചും തെറ്റാണ്. അത് പഴശ്ശി അനുസ്മരണ സൊസൈറ്റിയുടെ പ്രസിഡന്റിന്റെ വ്യക്തിപരമായ നിലപാടാണ്. ഈ സൊസൈറ്റിയിൽ വാർഡ് മെമ്പർ രക്ഷാധികാരിയായി 13 അംഗ കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിയിലുള്ള ആളുകൾ ആരും തന്നെ ഇതറിയാതെ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഈ വാർത്ത പ്രചരിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ 10-ാം തീയതി വണ്ടിക്കടവിൻ്റെ ചിരകാല സ്വപ്നമായ പഴശ്ശി പാർക്കിൻ്റെ ഉദ്ഘാടന ചടങ്ങ് വളരെയധികം ഭംഗിയായി തന്നെ സൊസൈറ്റിയുടെ ആളുകളും പ്രദേശവാസികളും ചേർന്ന് നല്ല രീതിയിൽ നടക്കുമെന്ന് ഉറപ്പു നൽകുന്നു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുന്നു. പുൽപ്പള്ളി മരകാവിൽ വാടക വീട്ടിൽ താമസിക്കുന്ന പീതാംബരന്റെ മകൻ അരുൺകുമാർ ആണ് സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നത്. കഴിഞ്ഞ വർഷം അരുൺ സഞ്ചരിച്ച ബൈക്ക് ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ തോളിന് താഴേക്ക് ഗുരുതരമായി പരിക്കേറ്റ അരുണിനെ ആദ്യം കോഴിക്കോട് മിംസ് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സിച്ചത്. എന്നാൽ 3 മാസമായി കിടപ്പിലാണ്. തുടർ ചികിത്സയ്ക്കായി ചികിത്സാ ധനസമാഹരണം പുൽപ്പള്ളി കാനറ ബാങ്കിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. പുൽപ്പള്ളി പഞ്ചായത്തിലെ അരുൺകുമാർ P. പൂവത്തിങ്കൽ വീട് സൺ ഓഫ് പീതാംബരൻ 23 വയസ്സുള്ള യുവാവ് കഴിഞ്ഞ ഡിസംബർ 14-ാം തീയതി ഉണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ശരീരമാസകലം അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയിൽ കിടപ്പിലാണ്. അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടരുകയാണ്. 7 ലക്ഷം രൂപ ഇപ്പോൾ തന്നെ ചെലവായിട്ടുണ്ട്. ഭാവിയിലേക്കുള്ള തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് 20 ലക്ഷത്തോളം രൂപ കണ്ടെത്തേണ്ടതായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ കുടുംബത്തിന് സാമ്പത്തികമായി വളരെ പ്രയാസം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും ഭാരിച്ച തുക കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമായതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ അരുണിൻ്റെ പിതാവ് തന്ന അപേക്ഷ പരിഗണിച്ചുകൊണ്ട് നമ്മൾ പഞ്ചായത്ത്
പ്രസിഡന്റ് ചെയർമാനായും വാർഡ് മെമ്പർ കൺവീനറായിക്കൊണ്ട് ഒരു ചികിത്സാ സഹായ സമാഹരണ നിധി രൂപീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് പുൽപ്പള്ളി കാനറ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ സുമനസ്സുകളായ എല്ലാവരും ഈ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് തങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം. ആടിക്കൊല്ലി ദേവമാത ALP സ്കൂൾ 37ാമത് വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന സിസ്റ്റർ MA ത്രേസ്യക്കുട്ടി, സിസ്റ്റർ MA സെലീന, TJ റോസമ്മ എന്നിവർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും സ്കൂൾ വാർഷികവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുരുനേടം അധ്യക്ഷനായിരുന്നു. തുടർന്ന് കുട്ടികളുടെ കലാവിരുന്നും ഉണ്ടായിരുന്നു. PTA ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ അധികം സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചൊരു വാർഷികം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ ഈ വർഷം വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ ഈ സ്ഥാപനത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയോ അതൊക്കെ രക്ഷിതാക്കളുടെ മുന്നിൽ മനോഹരമായ റിപ്പോർട്ടിൽ കൂടി അവതരിപ്പിക്കുവാൻ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. വൈത്തിരി മാവോയിസ്റ്റ് പോലീസ് വെടിവെപ്പ്. CP ജലീലിന്റെ മൃതദേഹം സംസ്കരിച്ചു. മരണകാരണം തലക്കേറ്റ വെടി. മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ. വാർത്തകൾ തിരുത്തി റിസോർട്ട് മാനേജർ. വനം കേന്ദ്രീകരിച്ച് യാതൊരുവിധ അനധികൃത പ്രവർത്തനങ്ങളും അനുവദിക്കില്ലെന്ന് വനം വകുപ്പ് മന്ത്രി. സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മാവോയിസ്റ്റ് പോലീസ് ഏറ്റുമുട്ടൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് BJP. പുൽവാമ ഭീകരാക്രമണം. വീരമൃത്യു വരിച്ച ഹവിൽദാർ VV വസന്തകുമാറിന്റെ ഭാര്യ ഷീനയ്ക്ക് ജോലി സ്ഥിരപ്പെടുത്തി. ഉത്തരവ് കൈമാറിയത് വനം വകുപ്പ് മന്ത്രി നേരിട്ടെത്തി. കുടുംബത്തിന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് മന്ത്രി. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ജില്ലയിൽ വിവിധ പരിപാടികളുടെ വനിതാ ദിനം ആചരിച്ചു. സ്ത്രീ മുന്നേറ്റ ശാക്തീകരണത്തിന് യോജിച്ച വനിതാ മുന്നേറ്റം ഉയർന്നു വരണമെന്ന് അഭിപ്രായം. നെന്മേനി പഞ്ചായത്ത് പ്രസിഡന്റ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. LDF വിട്ടുനിന്നതിനാൽ ചടങ്ങ് മാറ്റിവെച്ചു. LDFന്റെ പ്രവർത്തനം ജനാധിപത്യ വിരുദ്ധമെന്ന് UDF. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഏകകണ്ഠമായതിനാൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് LDF. പ്രളയദുരിതം. സ്ഥലം ലഭിച്ചില്ലെന്ന് ആരോപിച്ച് മാനന്തവാടി താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത് JC വാർഡിലെയും തവിഞ്ഞാൽ പഞ്ചായത്തിലെയും താമസക്കാർ. ഭൂമി രജിസ്റ്റർ ചെയ്തവർക്ക് പോലും പണം നൽകുന്നില്ലെന്നും ആരോപണം. പ്രദേശവാസികളിൽ ആശങ്ക നിറച്ച് വെള്ളമുണ്ടയിൽ തെരുവ് നായ്ക്കളെയും പൂച്ചകളെയും ചത്ത നിലയിൽ കണ്ടെത്തി. വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടതിന് പിന്നിൽ അജ്ഞാത ജീവിയെന്ന് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് ആവശ്യം ശക്തം. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.